മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര തുടരുകയാണ്. രണ്ടാം ദിനമായി ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുക. മറ്റന്നാൾ വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശശി, ഗുഡ് മോർണിംഗ്. തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. മറ്റന്നാൾ സന്നിധാനത്തെത്തി തിരുവാഭരണം ചാർത്തിയുള്ള പൂജകൾ നടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത്? എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. തങ്കയങ്കി രഥഘോഷയാത്ര ഇന്നലെ ആറന്മുള പാറസ്ഥാന ക്ഷേത്രത്തിൽ ഇന്നലെ രാവിലെയാണ് പുറപ്പെട്ടത്. അത് ഇന്നലെ വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റതിനു ശേഷമാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ തങ്കയങ്കി എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം തന്നെ ഓമല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വീണ്ടും പുറപ്പെടും. 3 ദിവസം എടുത്താണ് തങ്കയങ്കി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ, ഭക്തർ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ തങ്കയങ്കി രാത്രി 8 മണിയോടെ എത്തിച്ചേരും. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇന്ന് വിശ്രമം ഉണ്ടാകുക. തുടർന്ന് നാളെ രാവിലെ 8 മണിക്ക് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലും ഭക്തർ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെയാണ് വിശ്രമം ഉണ്ടാകുക. അവിടുന്നാണ് മറ്റന്നാൾ രാവിലെ പുറപ്പെട്ട് സന്നിധാനത്ത് തങ്കയങ്കി എത്തിച്ചേരുകയും പിന്നീട് തങ്കയങ്കി ചേർത്തി ദീപാരാധന നടക്കുകയും 27-നാണ് മണ്ഡലപൂജയും നടക്കുക. എന്തായാലും വലിയ ഒരു ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ഭക്തർ തങ്കയങ്കിയെ വരവേൽക്കുന്നത്. കടന്ന് വരുന്ന വീഥികളിലെല്ലാം നിലവിളക്ക് നിർവറയും വെച്ചാണ് തങ്കയങ്കിയെ സ്വീകരിക്കുന്നത്. വലിയ സുരക്ഷയിലാണ് തങ്കയങ്കി ഘോഷയാത്ര കടന്നു. ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് പ്രധാന റോഡുകളിലൂടെ തങ്കയങ്കി കടന്നു വരുമ്പോൾ ഇപ്പോൾ ഈ നിലവിലുള്ള അയ്യപ്പന്മാരുടെ ഒരു തിരക്കും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണം ഈ യാത്രയെ സമയക്രമത്തെ ചിലപ്പം ഒരു പരിധി വരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം നിലവിൽ പല സ്ഥലങ്ങളിലും തീർത്ഥാടകരെ പ്രധാന റോഡുകളിലൊക്കെ ഈ ശബരിമല തിരക്ക് കാരണം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തങ്കയങ്കി രഥഘോഷയാത്രയിൽ കൂടി പ്രധാന റോഡുകളിൽ ശബരിമല റോഡുകളിൽ എത്തുമ്പോൾ ഒരു സമയക്രമം പാലിക്കാൻ കഴിയാതെ വരും എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും അതെല്ലാം ഇപ്പോൾ പരമാവധി പരിഹരിച്ചുകൊണ്ടാണ് തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു പോകുന്നത്. ഓരോ സ്ഥലങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ അതുപോലൊക്കെ ഭക്തർ ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തങ്കയങ്കിക്ക് ദർശിക്കാനും അവിടെ കണ്ടു തൊഴുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് വാഹനം കടന്നു പോകുന്നത്. എന്തായാലും ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലങ്ങളിലെയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലും ചെറിയ ഇടങ്ങളിലൊക്കെ ദർശന ശേഷം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ രാത്രിയോടുകൂടി തങ്കയങ്കി രഥഘോഷയാത്ര എത്തിച്ചേരും. അവിടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ വീണ്ടും പുറപ്പെട്ട് തങ്കയങ്കി വീണ്ടും പെരുന്നാടെത്തും. അവിടെ നിന്നാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. എന്തായാലും വലിയ ഭക്തിയ ജനത്തിരക്കാണ് തങ്കയങ്കി കടന്നു പോകുന്ന പാതകളിലൊക്കെ ഓരോ ഇടങ്ങളിലും അനുഭവപ്പെടുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തങ്കയങ്കി രഥഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. രഞ്ജിനി, ശരി. ശശിനാരായണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശബരിമല സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈ ഓവർ കടന്ന് മാളിയപ്പുറം ക്ഷേത്രസന്നിധി വഴി നടപ്പന്തൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. വർണ്ണക്കാവടിയും മയൂരനൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തുടർച്ചയായ 2ാം ദിവസമാണ് ശബരിമല സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര നടക്കുന്നത്.